ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഡോക്സ്പിയാഷ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് അമേരിക്കൻ സയന്റിസ്റ്റ് എല്ലാം തന്നെ ഒരു ഡാറ്റ പുറത്തുവിടുന്നു. അതിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ നമ്മൾ എൽനിനോ എന്ന് പറയുന്ന ആ ഒരു ഫേസ് കഴിഞ്ഞ് ലാനിനോ എന്ന് പറയുന്ന ആ ഒരു ഫേസിലോട്ട് കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അമേരിക്കൻ സയന്റിസ്റ്റ് എല്ലാം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ലാനിനോ സംഭവിക്കുകയാണെങ്കിൽ അത് വലിയൊരു നാശനഷ്ടം ഉണ്ടാക്കും എന്നാണ് എല്ലാ സയന്റിസ്റ്റും വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എന്താണ് ഈ എൽനിനോ, എന്താണ് ഈ ലാനിനോ, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, ഇത് വരുന്നതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഭൂമിക്കും നമുക്കും ഉണ്ടാവാൻ പോകുന്നത് ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ എൽനിനോ എന്താണെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ലാനിനോ എന്താണെന്ന് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ആദ്യം തന്നെ എന്താണ് എൽനിനോ എന്ന് നമുക്ക് നോക്കാം. അതിന്റെ എക്സാമ്പിൾസ് എല്ലാം നോക്കിയതിനു ശേഷം പിന്നെ ലാനിനോ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് വരുമോ, ഇത് വരികയാണെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരും അതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ എൽനിനോ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ എൽനിനോ എന്ന് പറയുന്ന ഈ ഒരു ടൈം ആദ്യമായി വരുന്നത് 17ാമത്തെ സെഞ്ചുറിയിലാണ്. അതായത് സ്പാനിഷിൽ ഈ എൽനിനോയ്ക്ക് ലിറ്റിൽ ബോയ് എന്നാണ് അർത്ഥം. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് 17ാമത്തെ സെഞ്ചുറി ആ ഒരു കാലഘട്ടങ്ങളിലെല്ലാം, അതായത് തെക്കൻ അമേരിക്ക ആ ഒരു ഭാഗത്തെല്ലാം തന്നെ മത്സ്യത്തൊഴിലാളികളെല്ലാം ഒരു ഡിസംബർ മാസമാകുമ്പോൾ അവർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. എന്താ എന്ന് വെച്ചാൽ, അതായത് ചില ഡിസംബർ മാസങ്ങളിൽ അവിടെയുള്ള സമുദ്രത്തിന്റെ വെള്ളത്തിന്റെ ചൂട് വളരെയധികം കൂടുന്നു. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, അതായത് അവരുടെ തൊഴിലിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് വെള്ളത്തിന്റെ ചൂട് ഇങ്ങനെ കൂടുന്നതുകൊണ്ട് തന്നെ അവിടേക്ക് മീൻ എത്തുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് അവർ ഇട്ട പേരാണ് അവർ എൽനിനോ എന്ന പേരിട്ടത്, സ്പാനിഷിൽ ലിറ്റിൽ ബോയ് എന്ന്. കാരണം അവരുടെ ബിസിനസ് എല്ലാം ഡല്ലായിരുന്നു. ഇങ്ങനെയാണ് ആദ്യമായിട്ട് ഈ എൽനിനോ എന്ന് പറയുന്ന ഈ ഒരു പേര് വരുന്നതും. പിന്നെ 20ാമത്തെ സെഞ്ചുറി ആയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഉള്ള സയന്റിസ്റ്റ് എല്ലാം തന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ടും റിസർച്ച് ചെയ്തപ്പോഴാണ് വ്യക്തമാവുന്നത്. അതായത് എല്ലാ 7 to 9 വർഷം കാലയളവിലും ഈ എൽനിനോ എന്ന് പറയുന്ന ഈ ഒരു ഫിനോമിന ആവർത്തിച്ച് വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പിന്നീട് അവർ റിസർച്ച് ചെയ്യുന്നു, അതായത് എന്തുകൊണ്ടാണ് ഈ എൽനിനോ എന്ന് പറയുന്ന ഈ സംഭവം വരുന്നതെന്ന്. ആദ്യം തന്നെ ഇതിനെക്കുറിച്ച്, അതായത് പ്രകൃതി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയണം. അപ്പോൾ എന്നാൽ മാത്രമോ നിങ്ങൾക്ക് എൽനിനോ എന്താ ലാനിനോ എന്താ നമുക്കറിയുള്ളൂ. അതായത് കിഴക്ക് സൗത്ത് അമേരിക്കന്റെയും അതുപോലെ തന്നെ പടിഞ്ഞാറാം ഭാഗത്ത് ഓസ്ട്രേലിയ, അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യ ഭാഗത്തിന്റെ നടുക്കുള്ള ഒരു സമുദ്രമാണ് പസഫിക് സമുദ്രം. അപ്പോൾ ഈ പസഫിക് സമുദ്രത്തിന്റെ നടുക്കൂടിയാണ് ഭൂമിയുടെ ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഈക്വേറ്റർ പാസ്സാവുന്നത്. അപ്പോൾ ഈക്വേറ്ററിൽ ഏറ്റവും കൂടുതൽ ചൂട് അടിക്കുന്നുണ്ട് തന്നെ ഇവിടെയുള്ള വെള്ളത്തിനെല്ലാം എപ്പോഴും ചൂട് കൂടുതലായിരിക്കും. എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, അതായത് ഓരോ വർഷവും ഇങ്ങനെ ചൂട് കൂടുന്നുണ്ട്. അതായത് ഈ സൗത്ത് അമേരിക്കൻ സൈഡിലുള്ള ആ ഒരു പസഫിക് ഓഷ്യനിലെ ആ വെള്ളത്തിനെല്ലാം എപ്പോഴും ചൂട് കൂടും. എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, അതായത് വിൻഡിന്റെ ചേഞ്ചസ് വരുമ്പോൾ ട്രേഡ് വിൻസ് ഉണ്ടായി. ആ ട്രേഡ് വിൻസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ ചൂടായ വെള്ളത്തിനെ മെല്ലെ മെല്ലെ അവിടുന്ന് വിൻഡ് അടിച്ച് മെല്ലെ മെല്ലെ കൊണ്ടുവന്ന്, അതായത് ഈ ഏഷ്യ പസഫിക് അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ പസഫിക് ആ ഒരു സൈഡിലോട്ട് ഇതിനെ കൊണ്ടുവന്ന് അക്യുമുലേറ്റ് ചെയ്ത് നിർത്തും. അതായത് ഈ സദേൺ അമേരിക്കയിൽ നിന്ന് അതിന്റെ മേലുള്ള ചൂടുവെള്ളത്തിന്റെ മൊത്തം, അതായത് ഈ ട്രേഡ് വിൻസ് മെല്ലെ 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 അവിടുന്ന് മൂവ്മെന്റ് വരുത്തി അതിനെ കൊണ്ടുവന്ന് ഈ സെൻട്രൽ ഏഷ്യന്റെയും അതുപോലെ തന്നെ ഓസ്ട്രേലിയന്റെയും ആ സൈഡിലോട്ട് വെള്ളം കൊണ്ടുവന്ന് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന്, അതായത് ഈ വെള്ളം എവോപ്പറേറ്റ് ആയിട്ട് മേലോട്ട് പോവുകയും അവിടുന്നാണ് വീണ്ടും മഴ പെയ്യുന്നത്. അതായത് നമുക്ക് ഓരോ വേനൽ മാസം, അതായത് ഏഷ്യയിലുള്ളതും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലുള്ള സ്ഥലങ്ങളിലെല്ലാം ഓരോ വേനൽ മാസവും നമുക്ക് മൺസൂൺ റെയിൻസ് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതാണ് നോർമൽ ഫിനോമിന. അപ്പോൾ ഇങ്ങനെ, അതായത് സദേൺ അമേരിക്കയിൽ നിന്ന് ഈ ചൂടുവെള്ളം ഇങ്ങോട്ട് വരുമ്പോൾ സമുദ്രത്തിന്റെ അടിയിൽ നിന്നുള്ള തണുത്ത വെള്ളം ആ സദേൺ അമേരിക്കന്റെ ആ ഒരു ഓഷ്യന്റെ മേലോട്ട് വരും. അപ്പോൾ ഇങ്ങനെ ആ ഓഷ്യന്റെ മേലോട്ട് വരുന്നതിന്റെ പ്രോസസ്സിന്റെ പേരാണ് അപ്പ് വില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അടിയിൽ നിന്ന് ഈ തണുത്ത വെള്ളം മേലോട്ട് വരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, അതായത് ഫൈറ്റോപ്ലാങ്ക്ട എന്ന് പറയുന്ന ഒരു ആൽഗയും കൂടെ ഇതിന്റെ മേലോട്ട് വരും. അപ്പോൾ ഈ ആൽഗയാണ് ഏറ്റവും കൂടുതൽ മീനുകൾ ഭക്ഷിക്കുന്നത്. അത് സമുദ്രത്തിന്റെ അടിയിലായതുകൊണ്ട് തന്നെ, അതായത് ഈ മീനെല്ലാം തന്നെ അടിയിലായിരിക്കും എപ്പോഴും ഉണ്ടാവുക. പക്ഷെ ഇതിങ്ങനെ മേലോട്ട് വരുന്ന കാരണം കൊണ്ട് തന്നെ ആ ഒരു മാസങ്ങൾ, അതായത് എല്ലാ നവംബർ ഡിസംബർ മാസങ്ങളാവുമ്പോഴും ഈ ഫ്ലൈറ്റ് ഓഫ് ഫാൻഡ് മേലെ വരുമ്പോൾ ആ ഒരു സ്ഥലത്ത്, അതായത് മീനുകൾ കൂടുതലായിരിക്കും. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, അതായത് അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം തന്നെ കൂടുതലായിട്ടും, അതായത് ബിസിനസ് വളരുന്ന ഒരു മാസം കൂടി, അതായത് ഏറ്റവും കൂടുതൽ ബിസിനസ് വളരുന്ന ഒരു മാസം കൂടിയാണ്, അതായത് അതൊരു മാസം. അപ്പോൾ ഇതാണ് നോർമൽ ഫിനോമിന, അതായത് നോർമൽ ആയിട്ട് നടക്കുന്നത് എല്ലാ വർഷവും. പക്ഷെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ചില വർഷങ്ങളിൽ അവർ കണ്ടു, അതായത് ഈ തണുത്ത വെള്ളം മേലോട്ട് വരുന്നില്ല, വെള്ളം തന്നെയാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷങ്ങളിലാണ് എൽനിനോ സംഭവിക്കുന്നതായിട്ട് സയന്റിസ്റ്റ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഈ ട്രേഡ് വിൻസിനെ അവിടെ ഡിസ്ട്രാക്ട് ആവും. അതായത് മര്യാദയ്ക്ക് വിൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ട്രേഡ് വിൻസ് എന്ത് ചെയ്യും, അതായത് മര്യാദയ്ക്ക് പ്രവർത്തിക്കാതെ അത് ഡിസ്ട്രാക്ട് ആയി പോകും. അപ്പോൾ ഇതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, അതായത് ആ ചൂടുള്ള വെള്ളം അവിടെ തന്നെ റിമൈൻ ചെയ്യും. അതായത് സദേൺ അമേരിക്ക ആ ഒരു സമുദ്രത്തിന്റെ ആ ഒരു സൈഡിൽ തന്നെ ആ ചൂടുവെള്ളം അവിടെ തന്നെ റിമൈൻ ചെയ്യും. അതായത്
ഇങ്ങോട്ട് മര്യാദയ്ക്ക് വെള്ളം കൊണ്ടുവരാൻ പറ്റില്ല. അതായത് ഈ ട്രേഡ് വിൻഡ്സ് മര്യാദയ്ക്ക് വർക്ക് ആവില്ല. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്ക് കിട്ടേണ്ട മൺസൂൺ റെയിൻ എല്ലാം തന്നെ നമുക്കും കിട്ടില്ല. അതുപോലെ തന്നെ സദേൺ അമേരിക്ക അവർക്കെല്ലാം തന്നെ അതായത് അവർക്ക് ആ സമയത്ത് മൺസൂൺ റെയിൻ്റെ ആവശ്യമില്ല. പക്ഷെ എന്നാലും ആ സൈഡിലെല്ലാം തന്നെ അവിടെ നിന്ന് തന്നെ വെള്ളം എവോപ്പറേറ്റ് ആയി പോകുന്നതുകൊണ്ട് തന്നെ അവിടെ മഴ പെയ്യാനും സാധ്യത വരുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം തന്നെ ഈ ചൂടുവെള്ളം മേലെ നിൽക്കുന്നതുകൊണ്ട് തന്നെ മീനൊന്നും തന്നെ അങ്ങോട്ട് പോകാതെയാവും. അവരുടെ തൊഴിലെല്ലാം തന്നെ ഡൾ ആയിക്കൊണ്ടിരുന്നത്. ഇതിനെയാണ് അവർ എൽ നിനോ അല്ലെങ്കിൽ ലിറ്റിൽ ബോയ് എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഈ വർഷം തന്നെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അതായത് ഈ വർഷം എൽ നിനോ സംഭവിച്ചു എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ 8 to 9 മാസത്തോളം നമ്മൾ എൽ നിനോ ഫേസിലായിരുന്നു പോയെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആലോചിച്ചാൽ പറയാം, അതായത് 8 to 9 മാസം നമുക്ക് എവിടെയൊക്കെ മഴ കിട്ടണം എന്നുണ്ടായിരുന്നോ അവിടെയൊന്നും ഒരു മഴ പോലും കിട്ടിയില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് കൃഷിക്കെല്ലാം വലിയ ഇമ്പാക്റ്റ് ആയി. അതുപോലെ തന്നെ വീട്ടിലും അതുപോലെ തന്നെ എവിടെയും പോകാൻ പറ്റാത്ത അതായത് UV റേസ് എല്ലാം തന്നെ വളരെ കൂടുതലായിരുന്നു. എവിടെ നോക്കിയാലും ചൂട് കൂടുതൽ കാരണം അതായത് ഈവൻ ഇലക്ഷൻ സമയത്ത് പോലും അതായത് കുറെ ഓഫീസേഴ്സ് മരണപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ ജവാന്മാർ പലരും മരണപ്പെട്ടു. ഇങ്ങനെയുള്ള സാഹചര്യം എല്ലാം വന്നത് എൽ നിനോ എന്ന് പറയുന്ന സംഭവം വന്നുകൊണ്ടാണ്. അതായത് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഹീറ്റ് റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു വർഷവും കൂടിയാണ് ഈ 2023-24. ഇതിന്റെ കാരണം ഈ എൽ നിനോ ആണ്. അതായത് അവിടെ നിന്നുള്ള ട്രേഡ് വിൻഡ്സ് മര്യാദയ്ക്ക് വർക്ക് ആവാത്തതുകൊണ്ട് തന്നെ നമുക്ക് മൺസൂൺ റെയിൻ കിട്ടിയില്ല. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഇവിടെ ഭൂമി തണുക്കാനോ ഇവിടെ മഴ പെയ്യാത്തതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ വളരെയധികം ഹൈ ആയി. ഇതുകൊണ്ടാണ് അതായത് നമുക്ക് 7 to 8 മാസത്തോളം അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ചൂട് ഇന്ത്യയിൽ എഫക്റ്റ് ആയത്. അപ്പോൾ ഈ സമയത്ത് സദേൺ അമേരിക്കയിലുള്ള അവർക്കെല്ലാം തന്നെ മത്സ്യത്തൊഴിലും ഏറ്റവും വലിയ പ്രശ്നമുണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ചൂടുവെള്ളം ഇങ്ങോട്ട് വന്നില്ല. ഇതിനാണ് എൽ നിനോ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ലാനിനോ എന്ന് പറയുന്നത്. ലാനിനോ എന്താണെന്ന് വെച്ചാൽ അതായത് എൽ നിനോയിൽ നമ്മൾ പറഞ്ഞു അതായത് എവിടെയൊക്കെ മഴ പെയ്യണമെന്നുണ്ടോ അവിടെയൊന്നും മഴ പെയ്യില്ല. അവിടെയെല്ലാം ഡ്രൈ ആയിട്ടും പക്ഷെ മഴ പെയ്യേണ്ടാത്ത സ്ഥലത്തെല്ലാം തന്നെ മഴ പെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൽ നിനോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അതായത് മഴ പെയ്യേണ്ട സ്ഥലത്തെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ഡ്രൈ സീസൺ ആയിരിക്കും അവർ എക്സ്പീരിയൻസ് ചെയ്യുക. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ലാനിനോ എന്ന് പറയുന്നത്. അതായത് ഈ ട്രേഡ് വിൻഡ്സ് കൊണ്ടുവന്നിട്ടാണ് നമുക്ക് മഴ പെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഈ ട്രേഡ് വിൻഡ്സ് എന്ത് ചെയ്യും, അളവിൽ കൂടുതൽ അതായത് ഈ വെള്ളത്തിന് അവിടുന്ന് കുറേയധികം വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരാൻ തുടങ്ങും. അതായത് ഈ ഏഷ്യ, ഓസ്ട്രേലിയ ആ ഒരു പസഫിക്കിലോട്ട് അളവിൽ കൂടുതൽ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ആ വെള്ളം എല്ലാം തന്നെ എവോപ്പറേറ്റ് ആയിട്ട് മേലോട്ട് പോകും. പിന്നെ ഇതിനെ മഴയായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇത് തന്നെയാണ് അതായത് ഓസ്ട്രേലിയൻ സയന്റിസ്റ്റ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ഓഗസ്റ്റ് തൊട്ട് ഡിസംബർ വരെ ആയിരിക്കും ഈ ലാനിനോ ഫേസ് വരികയെന്ന്. അതായത് അമേരിക്കൻ സയന്റിസ്റ്റ് പറഞ്ഞു ഇപ്പോൾ തന്നെ ലാനിനോ ഫേസിലാണ്. അപ്പോൾ ഇപ്പോഴുള്ള മഴയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതായത് ലാനിനോ ഫേസ് എത്തിയോന്നും എത്തിയില്ല എന്നും പറയാനുള്ള ഒരു സാഹചര്യം എത്തിയിട്ടില്ല. അതായത് ചില സ്ഥലത്തെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ മഴ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പല സയന്റിസ്റ്റും പറയുന്നത് ലാനിനോ ഫേസിൽ തന്നെ കിടന്നിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് നോർമൽ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു 50 സെന്റിമീറ്റർ മഴ പെയ്യണ്ടേ എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് കേട്ടോ, അപ്പോൾ അതിന് പകരം 150 സെന്റിമീറ്റർ എല്ലാം തന്നെ ഇന്ത്യയിൽ മഴ കിട്ടും. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യയിൽ ഇത്ര മഴയ്ക്ക് ആവശ്യമുണ്ടാവില്ല. ഇതുകൊണ്ട് എല്ലായിടത്തും അത് പ്രളയം അതുപോലെ തന്നെ കൃഷിനാശം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇന്ത്യയിൽ അഫക്റ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് ലാനിനോ എന്ന് പറയുന്നത്. അതായത് എൽ നിനോ എന്ന് പറയുന്ന സീസൺ വളരെ ഡ്രൈ ആയിരിക്കും. അതുപോലെ തന്നെ ക്ലൈമറ്റ് എല്ലാം വളരെ ഹീറ്റ് ആയിട്ടായിരിക്കും നമുക്ക് തോന്നുക. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് അതായത് ലാനിനോ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ മഴ എക്സ്പീരിയൻസ് ചെയ്യും. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സ്ഥലത്തെല്ലാം തന്നെ അതായത് വളരെ കൂടുതലാകുന്നതുകൊണ്ട് തന്നെ ഫ്ലഡ്, കൃഷിനാശമെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പല സയന്റിസ്റ്റും വ്യക്തമാക്കിയിരുന്ന ഓഗസ്റ്റ് ടു ഡിസംബർ എന്ന് പറയുന്ന ഈ ഒരു കാലയളവിൽ ഇന്ത്യയിലെല്ലാം ലാനിനോ ഫേസ് എത്താനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ്. ഇന്ത്യയിൽ മാത്രമല്ല ഏഷ്യയിൽ എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ എന്താണ് എൽ നിനോ എന്താണ് ലാനിനോ ഉള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് മിസ്സായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക.